ഹോണർ മാജിക് 7 പ്രോയുടെ ക്വിക്ക് റിവ്യൂ ആണ്. ഇങ്ങനെ ഒരു ഡിസൈനിലാണ് ഫോൺ വരുന്നത്. എന്റെ കയ്യിലിരിക്കുന്നത് ബ്രീസ് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ്. 6.8 ഇഞ്ചിന്റെ LTPO ഈക്വൽ ഡെപ്ത് കോഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ ഹോണർ നൽകിയിരിക്കുന്നത്. 120 ഹെർട്സിന്റെ സപ്പോർട്ടും ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. മൾട്ടിമീഡിയ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഗെയിമിംഗ് ഒക്കെ കളിക്കുന്ന സമയത്ത് നല്ലൊരു കിടിലം എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പെർഫോമൻസിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് പ്രോസറായ സ്നാപ്ഡ്രാഗൺ 8 Elite ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് 2.7 മില്യന്റെ AnTuTu സ്കോറും വരുന്നുണ്ട്. കിടിലം പെർഫോമൻസ് തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ നിന്നും ലഭിക്കുന്നുണ്ട്. 512 GB സ്റ്റോറേജോട് കൂടി വരുന്ന ഈ ഒരു ഫോണിൽ 12 GB ആണ് റാം വരുന്നത്. 5850 mAh ഹോണർ 3rd ജനറേഷൻ സിലിക്കൺ കാർബൺ ബാറ്ററിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 80 വാട്ടിന്റെ വയർലെസ് ചാർജിങ്ങും ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. ഫോണിന്റെ ബോക്സിൽ തന്നെ 100 വാട്ടിന്റെ അഡാപ്റ്ററും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മാജിക് പോർട്ടൽ, AI ഡീപ് ഫേക്ക് ഡിറ്റക്ഷന്, AI ട്രാൻസ്ലേഷന്, AI എറേസർ പോലുള്ള AI ഫീച്ചറുകളും ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സെൽഫി ക്യാമറയായിട്ട് ഹോണർ നൽകിയിരിക്കുന്നത് ഒരു 50 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. റിയർ ക്യാമറയായിട്ട് നൽകിയിരിക്കുന്നത് 200 മെഗാ പിക്സലിന്റെ പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറ. ഈ ഒരു ക്യാമറയിൽ 100x സൂമിംഗ് പോസിബിൾ ആണ്. 50 മെഗാ പിക്സലിന്റെ സൂപ്പർ ഡൈനാമിക് ഫാൽക്കൺ മെയിൻ ക്യാമറ, പിന്നെ ഒരു 50 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയാണ് ഓണർ ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. IP68 IP69 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സർട്ടിഫിക്കേഷനും ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. 2025 റിലീസ് ചെയ്തിരിക്കുന്ന പ്രീമിയം സ്മാർട്ട് ഫോണുകളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ തന്നെയാണ് ഹോണറിന്റെ മാജിക് 7 Pro.